ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണെന്നറിയോ? ഏവ ഇന്നാളിൽ ഉണ്ടാക്കിയത്. അത് ഏവ ഇവിടെ ഉണ്ടല്ലോ, സ്നോ ഏഞ്ചൽ ഉണ്ടാക്കി. അത് കാണിക്കും. അതെ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയ്ക്ക് എന്താണ്, ഇതിന് ഒരു വേർഡ് പോലും ഇല്ല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. കാരണം അത്രയ്ക്ക് സൂപ്പറാണ്. വാവ്, പഞ്ഞിക്കെട്ട് പോലെ വീണോണ്ടിരിക്കുന്നത്. നമ്മുടെ ഇതൊന്ന് ശരിയാക്കിയിരുന്നെങ്കിലുണ്ടല്ലോ, ഈ ലൈറ്റ്സും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് കേട്ടോ. അതെ, നമ്മൾ ഇന്നലെ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്നത് ക്രിസ്മസ് ട്രീ എല്ലാം ഉണ്ടല്ലോ, സ്നോ വീണ് നിറഞ്ഞു. അതാണ് കുഞ്ഞു പറയുന്നത്. നല്ല രീതിയിൽ സ്നോ വീണോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ലൊരു ക്രിസ്മസ് വൈബ് ആയിട്ടുണ്ട്. നമ്മുടെ വൈബായത് ക്രിസ്മസ് ട്രീ വന്ന പിന്നെ ഇനി സ്നോയും കൂടെ കാണുമ്പോഴത്തേക്ക്, സ്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ പറയാൻ വേച്ചില്ല അല്ലേ? അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പഞ്ഞിക്കെട്ട് പോലെ നല്ല തിക്കായിട്ടാ വരുന്നത്. ഇതിന്റെ അത് കുറച്ച് വാട്ടർ കൂടുതലുണ്ട്. ഇത് വെച്ച് നമുക്ക് എന്താണ് ഒരു സ്നോ ആണ് ഇപ്പൊ വീണോണ്ടിരിക്കുന്നത്. എനിക്ക് താഴെ വീഴുന്ന ഒരു ചെറിയ പേടിയുണ്ട്. നമ്മളിത് വെച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലാണ് വെച്ചേക്കുന്നത്. കാരണം ഈ ട്രീക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല, നാളെ ഇടാന്നാണ് കരുതുന്നത്. അപ്പോഴത്തേക്ക് ഇതിൽ സ്നോ ഒക്കെ വീണിട്ട് നമുക്ക് അറിയാനും പറ്റുമല്ലോ നമ്മൾ നല്ലോണമാണ് വെച്ചിരിക്കുന്നത്, അത് മറിഞ്ഞു വീഴുമെന്നൊക്കെ അറിയാനും പറ്റും. അങ്ങനെതാ എല്ലാവരും അകത്തേക്ക് കയറി പോവാണ്. നമുക്കിന്ന് ഉറങ്ങിയിട്ട് നാളെ നേരം വെളുത്ത് നോക്കാം നമ്മുടെ ട്രീയുടെ അവസ്ഥ എന്താണെന്ന്. രാത്രിയിൽ മുഴുവൻ നല്ല രീതിയിൽ സ്നോ വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു നമ്മൾ ട്രീ കൊണ്ടുവന്ന് ഇപ്പൊ വെച്ചിട്ടല്ലേ? മെനഞ്ഞാന്നല്ലേ കൊണ്ടുവന്ന് വെച്ചത്? 2 ദിവസമായി സ്നോ എല്ലാം വീണതേ. മരമാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കാൻ തുടങ്ങി. ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺഷെയ്ഡ് അല്ലേ? സൺഷെയ്ഡ് എന്ന് തന്നെ പറയുമല്ലോ, ഇതിനെന്തോ പറയുന്നത്? അത് തന്നെ. അപ്പം അത് ദാ ഇങ്ങോട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടേ ഈ ഭാഗത്ത് സ്നോ ഇല്ല, ഈ ഭാഗത്തെല്ലാം സ്നോ ആയിട്ട് ഈ മരം ഇങ്ങോട്ട് ചരിയുവാണ്. ചിലപ്പോ നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വെച്ചത് ഒരുപോലെ സ്നോ വീണ് ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മരം ചിലപ്പോ താഴെ വീഴും. അതുകൊണ്ട് അതൊരു ഭംഗിയില്ലല്ലോ, അതല്ലേ? അങ്ങനെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം. അപ്പം ഇതാണെങ്കിൽ ഇടയ്ക്ക് എന്താണ് പ്ലസ് ആയിരുന്നു, 1 ഡിഗ്രി ആയി. അപ്പോഴത്തേക്ക് മഴ പോലെ സ്നോ വീഴാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇത് കണ്ടില്ല, ഐസ് കഷ്ണം പോലെ ഇരിക്കുന്നുണ്ടല്ലേ? ക്രിസ്റ്റൽ ഐസ് ആണ് ഇത്. കണ്ടത് ഒടിച്ചൊടിച്ചെടുക്കണം. നമ്മുടെ നാട്ടിലെ കൽക്കണ്ടം പോലെ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ? അതുപോലെ ഇരിക്കുന്നു. ശരിക്കും നല്ല പോകാൻ ഭയങ്കര പാടാണ്. നല്ല വെയിറ്റ് ആവും അതിന്, മനസ്സിലായില്ലേ? പഞ്ഞു പോലെ കിടക്കുന്നതിനെക്കാട്ടിലും വെയിറ്റ് കൂടുതലായിരിക്കും ഇതിന്. വെള്ളവുമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഫ്രീസ് ആയിട്ട് ഐസ് ആയിട്ടുണ്ട്. ട്രീ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇട്ടില്ലല്ലോ, അപ്പൊ പിന്നെ അതുകൂടെ അങ്ങ് ഇട്ടേക്കാന്ന് കരുതി. അപ്പൊ എന്തായാലും ഈ സ്നോ എല്ലാം തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ലൈറ്റ്സ് ഇടാം. അപ്പം കഴിഞ്ഞ വർഷത്തെ ലൈറ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലഗ് അല്ലേ, ആ പ്ലഗ് ആണെന്നുണ്ടെങ്കിൽ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വിനോദാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു പഴയതിന്റെ അടുത്ത് സെറ്റാക്കി. കാരണം അത്രയും വലിയ ലൈറ്റാണ്, ഒരുപാട് ബൾബുകളുള്ള അല്ലേ, നല്ല നീളമുള്ള ഇതാണ്. അപ്പം അതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 euro എങ്കിലും ആവും ഷോപ്പില്, പുതിയത് വാങ്ങിക്കണമെങ്കിൽ. അതെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് തന്നെ ഇടാം. എല്ലാ വർഷവും ഇപ്പം മാറ്റേണ്ട കാര്യമില്ലല്ലോ. നല്ല വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു 3-4 കൊല്ലം ഓടാമെന്നാണ് എനിക്ക് പ്രതീക്ഷ. നല്ല വിലയാണ് എല്ലാത്തിനും. നമ്മളെ പിന്നെ ചൈനയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യണം. നാട്ടിൽ നിന്നല്ലേ വരുമ്പോ കൊണ്ടുവരണം. പക്ഷെ ആ സമയത്ത് നമ്മൾ നാട്ടിൽ പോകുമ്പോ ക്രിസ്മസ് മാർക്കറ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്തിട്ടൊക്കെ ഈസി ഓപ്ഷൻ ആണ്. കൂടുതലും ആൾക്കാർ വാങ്ങിക്കാറുണ്ട് തേമൂന്ന്. അതെ, ചില സമയങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഓർഡർ ചെയ്തില്ല. അപ്പൊ തിന്നാതെ അതെ, കടിച്ച് തിന്നു. ഐസ് തിന്നുന്നു. അതിൽ ഇലയുണ്ട്, കൂർത്ത ഇലയുണ്ട്, അത് തിന്നല്ലേ കേട്ടോ. എല്ലാം അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. മതി അത് കുഴപ്പമില്ല. ഇനി നൂർത്ത് വെക്കും നല്ലതായിട്ട്. ഇങ്ങോട്ട് വലിക്കണം. അതാ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് ഇച്ചിരി വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നാ ചോദിച്ചത്. ആണോ? അതെല്ലാം ഉറച്ചു കാണും അല്ലേ? അതെ. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു തടി വല്ലതും വെച്ച് ഇങ്ങനെ അടിയിലേ, ഈ വുഡിന്റെ അടിയിൽ ഒരു തടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെ അങ്ങ് ഇരിക്കും, നേരെ ഇരിക്കും. പക്ഷെ ആ ഭാഗത്തൊരു സ്നോ വീഴാണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും, അതാണ്. ചിലപ്പോ വീണോളും, നല്ല സ്നോയിങ് ഒക്കെ ആകുമ്പോ അങ്ങ് വീണോളുമായിരിക്കും. അതെ. വേണ്ട, ഇനി വലിക്കാൻ പാടാണെങ്കിൽ കണ്ടോ, അതവിടെ നിന്ന് ഉറച്ചത്. അപ്പൊ അത് പൊങ്ങിന്താന്നും കുന്നും തടവായിട്ട് കിടക്കുമല്ലോ, കാരണം അവിടെ ഓൾറെഡി സ്നോ വീണിങ്ങനെ ഉറച്ചു പോയതുകൊണ്ടേ. കണ്ടോ, അങ്ങോട്ടാ ഇപ്പോഴും നിക്കുന്നത്.
പോയോ അവിടുന്ന്? കിടപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ പിടിച്ചു തരാം. ലെവലാണോ നോക്കിയട്ടെ. ഇപ്പൊ ലെവലാണോ? ആ ഓക്കെ, ഇനി അത് വെക്കും. ഓക്കെ, ഇനി അത് അവിടെ ഇരുന്നോളൂ. സൈഡിലുള്ള ഇങ്ങോട്ട് കുറച്ചങ്ങ് നീണ്ടു നിൽക്കുന്ന ബ്രാഞ്ച് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്താം. ആ ഓക്കെ, ഒത്തിരി കട്ട് ചെയ്ത് കളയുകയും വേണ്ട, കുറച്ച് മതി. ആ ഫൈൻ, മതി. ആ ഇവിടെ ഓക്കെയാ. ആ പിന്നെ ഓക്കെ, ഇനി നമുക്ക് ലൈറ്റ്സ് ഇടാം. ഏകദേശം ഓക്കെ ആണ്. ഇനി സ്നോ ഒക്കെ വീണ് കഴിയുമ്പോൾ കാണാം എങ്ങനെയുണ്ടെന്ന്. വാവ്, ഏവക്കൂട്ടെന്തേ എന്താ സ്പീഡിലാ വരുന്നതെന്ന് നോക്കിയേ. അടിപൊളി അടിപൊളി, പഠിച്ചു സൂപ്പറാ കേട്ടോ. ആണോ, ഇപ്പൊ ഒരു വഴിക്ക് പോകുന്നുണ്ട്, ഒരു വാഹനം കയ്യിലുണ്ടെങ്കിൽ വണ്ടിയിലൊക്കെ വന്നോ ജോലി ചെയ്തോ. ചാടിച്ചാടിന്നില്ലേ, ഏവക്കൂട്ടം വൃത്തിയാക്കട്ടെ നമുക്ക്. ആ വേമയോ ആട്ടെ, പെട്ടെന്ന് മാറ്റി എല്ലാം കേട്ടോ. സൈഡിലോട്ട് വെക്കണേ വേമയോ. ആ എന്താ കൂട്ടാ, ഐസ് തിന്നല്ലേ? തിന്നോ? കുന്തിക്ക് നല്ല പിച്ച് തരും ഞാൻ. തിന്നണ്ട, ആഹാരം ഉണ്ടല്ലോ നമുക്ക് തിന്നാം. പിന്നെ എന്തിനാ പൊന്നെ അത് കഴിക്കുന്നേ? ആ ഇഷ്ടമാണോ? ആണോ? അത്രയ്ക്ക് ടേസ്റ്റ് ആണോ? നല്ല ടേസ്റ്റ് ആണോ? ആദ്യത്തിൽ നിന്ന് നോക്കട്ടെ. വേണ്ടേ? ഏപ്പ മാത്രമാണോ തിന്നുന്നേ? അത് കൊള്ളാലോ. എന്താടാ? ഓക്കെ, എന്താ വീഴുന്നുണ്ടോ? ഓക്കെ, അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മളിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സ്നോയും വീഴാൻ തുടങ്ങി. വിനോദാണെന്നുണ്ട് ലൈറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട് അകത്തേക്ക് പോയതാണ്. ട്രീ എല്ലാം നമ്മൾ ഏകദേശം സെറ്റാക്കി ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇതാ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ലൈറ്റ് എടുത്തോണ്ട് വരുന്നുണ്ട്. ഒരുപാട് ലൈറ്റ്സ് ഉണ്ടല്ലേ, നിറയെ ലൈറ്റ്സ് ഉള്ളതാണ്, നല്ല ഭംഗിയാണ്. ഇങ്ങനെ സ്നോ ഒക്കെ വീണ് കിടക്കുമ്പോഴത്തേക്ക് കത്തി ഇങ്ങനെ നിൽക്കുന്നതാണ്. ഫിക്സ് ചെയ്തതാ. കണ്ടില്ലേ, അച്ഛനും മോളും കൂടാണ് ലൈറ്റ്സ് എല്ലാം സെറ്റ് ആക്കുന്നത്. ഇതാ ഈ മരം കണ്ടോ, നിറയെ സ്നോ ആണ് മുകളിൽ. ഇലയൊന്നും കാണാൻ പോലും വയ്യ, അതുപോലെ ഇങ്ങനെ സ്നോ എത്ര തിക്കായിട്ടാ വീണ് കിടക്കുന്ന നോക്കി. ഐസ് ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, എന്താ ഇവിടെ ഒക്കെ ഐസ് ഉണ്ട്. ദേ കണ്ടോ, ഹേവക്കൂട്ടനാണെ വാരി തിന്നുവാണ് ഐസെല്ലാം. അതേ ചെന്നിട്ട് കടിച്ചങ്ങെടുത്ത് അങ്ങ് തിന്നുവാണ്. പുള്ളിക്കാരത്തേക്ക് ഹൈറ്റ് അങ്ങോട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ഇതാ പിച്ചിയും അല്ലാതെ ഒക്കെ അങ്ങ് എടുക്കുവാണ്. താഴെ വീണ് കണ്ടോ, താഴെ വീണ്. ഐസ താഴെ വീണേ, കുരുങ്ങി കിടക്കുവാണ് ഇതെല്ലാം. അപ്പൊ വിനോദാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മാറ്റുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നാണെന്നുണ്ടെങ്കിൽ എന്റെ ആണെങ്കിൽ വർക്കിംഗ് ഗ്ലൗസ് എവിടെ വെച്ചെന്ന് കാണുന്നില്ല. സാധാരണ നമ്മള് നോർമൽ ആയിട്ട് ഇടുന്ന ഗ്ലൗസ്. വർക്കിംഗ് ഗ്ലൗസ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അത് എവിടെ വെച്ചെന്ന് എനിക്ക് അറിയത്തില്ല. സ്നോയും വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് വീണ് കൂടുതലാവും. അതിനിടെ കയറി പോവാണോ കൂട്ടാ നീ? മോളിൽ നിന്ന് തുടങ്ങി താഴോട്ട് ചുറ്റി വരാം, അതാ നല്ല എളുപ്പം. അപ്പൊ മോളിൽ സ്റ്റാർ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി വിനോദിനാണെന്നുണ്ടെങ്കിൽ കൈ എത്തത്തില്ല ചുറ്റാനായിട്ട്. മുകളിൽ കയറി ചുറ്റി വരണ്ടേ. അപ്പം നമ്മള് കേറാനായിട്ട് ചെറിയൊരു സ്റ്റൂൾ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, അതേലാണെന്നുണ്ടെങ്കിൽ നിറയെ സ്നോ. ഇനി അത് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് കയറണം, അല്ലെങ്കിൽ തെന്നും. ഒക്കെ നല്ലോണം കളയും, ഒട്ടും കാണില്ല. അതിൽ ചെറിയ ഗ്രിപ്പ് ഉണ്ടോ? അതെ, ഐസ് അത്. ഓക്കെ, ഇനി അതേ കയറിയിട്ട് വേണം. നല്ലോണം സ്റ്റാൻഡ് ഉറപ്പിച്ചു വെക്ക്, ലെവലെ വെച്ചിട്ട്. ഓക്കെ, സൂക്ഷിച്ച് പിടിക്കണോ? പിടിക്കേണ്ടി വരുമോ? ഓക്കെ, എന്നാ ഞാൻ കാലുകൊണ്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പോയോ? അച്ഛയുടെ ഗ്ലൗസാ പോയെ. ഒരെണ്ണമെങ്കിലും ഗ്ലൗസ് ഇല്ലാതെ ഒരു കൈയെങ്കിലും വേണം, എന്നാലേ കൃത്യമായിട്ട് കെട്ടാനൊക്കത്തുള്ളു. ഓക്കെ,
വട്ടത്തിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം. മുകളില് ബ്രാഞ്ച് കുറവാണ്. ഓരോ മരം ഓരോ രീതിയിലാണ്. കാണുമ്പോ ഭംഗി തോന്നി മുറിച്ചെടുത്തോണ്ട് വന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ പല പ്രശ്നങ്ങളും മനസ്സിലാകും. നല്ല ഭംഗിയായിരിക്കും. മനസ്സിലാകത്തില്ല ഇതിന്റെ എവിടൊക്കെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ. ഇവിടെ കൊണ്ടുവന്നപ്പോഴേ അറിഞ്ഞത് ഒരു സൈഡിലെ ബ്രാഞ്ചസ് കുറവാണ്, മുകളിലും കുറവാണെന്ന്. അതെ, കാണാൻ അന്നേരം നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കാണുന്നതെല്ലാം നല്ലതെന്ന് കരുതി കഴിഞ്ഞ് ചെയ്യുന്നത്. അതെ, മിന്നുന്നതൊന്നും പൊന്നല്ല. അതെ, തണുപ്പ് കൊണ്ട് എന്റെ ടങ് സ്ലിപ്പ് ആകുന്നത്. അപ്പൊ നമ്മുടെ പല വാക്കുകളും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. നമ്മളത് വീണ്ടും അത് ശരിയാക്കി പറയുക, അത്രേ ഉള്ളൂ ഓപ്ഷൻ. അതെ, എനിക്ക് ഒരുപാട് മുഖത്താണ് തണുപ്പടിക്കുന്നത്. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് എന്റെ ടങ് സ്ലിപ്പ് ആകും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കൊള്ളാം, വിനോദ് ചുറ്റി ചുറ്റി വരുന്നത്. സൂപ്പറായിട്ട് ചുറ്റുന്നുണ്ട്. ചുറ്റിക്കാൻ നിന്നെ കഴിഞ്ഞാകും, മനുഷ്യനെ ചുറ്റിക്കാൻ അല്ലേ, എന്നൊരു വീക്ക്നെസ് ആണ്. ഓണാക്കിക്കൊണ്ട് ചുറ്റാനോ? അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓണാക്കി കഴിഞ്ഞിട്ട്. അങ്ങനെ ഓണാക്കിക്കൊണ്ട് ചുറ്റുന്നത് അത്ര സേഫുള്ള കാര്യമല്ല. ഓക്കെ, ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, കൈയൊക്കെ മരവിച്ച് കൊറേ നേരമായില്ലേ ഇങ്ങനെ. നല്ല തണുപ്പാണ്. എവിടത്തെയാന്നൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ഇടയിൽ കയറി അങ്ങ് കുരുങ്ങിയട്ടെ. ഇനിയൊന്ന് ഓക്കെ, ഇതാണ് ലാസ്റ്റത്തത്. ഇതേ മുകളിലത്തത് ഇങ്ങനെ ഇടണം. കൊള്ളാം, സൂപ്പറായി വരുന്നുണ്ട്. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ കാണാം. നമ്മൾ തന്നെ അങ്ങ് പറയുക, ആളപ്പൊക്കെ പറയാൻ മറ്റൊരാളുടെ ആവശ്യമില്ല, സ്വന്തമായിട്ട് അങ്ങ് പോക്കല്ലേ. അങ്ങനെ നമ്മളിത് ചുറ്റി ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഒരു ചുറ്റിനും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. നിറയെ ലൈറ്റ് ആണ് ഇതില് ഒരുപാട്. അപ്പൊ നമ്മളതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കി ഇട്ടിട്ട് ഫുള്ള് ഇതേ തന്നെ അങ്ങ് ഇടും. ട്രീ ചെറുതോ ലൈറ്റ് ഒരുപാടുമാണ്. ഫുള്ള് നമ്മൾ ഇതിനെ തന്നെ ചുറ്റിയാൻ വേണം, എന്നാലേ അതിന്റെ ഒരു ഇടയ്ക്കോട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് റെഡിയാണ്. കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റ്. ഇപ്പൊ 6 മണിയായിട്ടുണ്ട് വൈകുന്നേരം. അപ്പം സന്ധ്യ ആണെങ്കിലും പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ക്രിസ്മസ് ആയി. ബ്യൂട്ടിഫുൾ. അങ്ങനെതാ നമ്മുടെ ക്രിസ്മസ് ലൈറ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബോൾസും കാര്യങ്ങളും ഒക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. കൊള്ളാം അല്ലേ? യെല്ലോ ലൈറ്റ് തന്നെയാണ് എപ്പോഴും ബെസ്റ്റ്. കാരണം ഈ സ്നോയിൽ ഇങ്ങനെ യെല്ലോ ലൈറ്റ് ഭയങ്കര ഭംഗിയായിരിക്കും. എന്തുവാടാ? ബോൾസോ? ഓക്കെ, കുഞ്ഞിനെടുക്കണമെങ്കിൽ കുഞ്ഞെടുക്ക്. ഇപ്പൊ ഇടണോ? കുഞ്ഞിനിപ്പൊ ഇടണോ? കുഞ്ഞു പറ, കുഞ്ഞിന്റെ ഇഷ്ടമാ എപ്പോഴാ ഇടണ്ടേ? ഇപ്പൊ ഇടണോ? ഇപ്പൊ ഇടാം. ഓക്കെ, ചില സമയങ്ങളിൽ കുഞ്ഞിന്റെ അഭിപ്രായങ്ങളും നോക്കണം, ചോദിക്കണം അല്ലേ? എല്ലാ ഇഷ്ടങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കല്ലേ. ചില ഇഷ്ടങ്ങള് ചോദിച്ച് അറിഞ്ഞ് ചെയ്തു കൊടുക്കുക. നമുക്കത് ഇപ്പൊ ഇടേണ്ട തന്നെയാണ്. പക്ഷെ നമ്മള് അവളോട് ചോദിച്ചിട്ട് അവളുടെ അഭിപ്രായത്തിനനുസരിച്ചൊക്കെ ഇടുന്ന പോലെ. കാരണം നമ്മൾ അവരെയും ബഹുമാനിക്കണം, അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. എല്ലാം നമ്മൾ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാത്തിനും നിർബന്ധം പിടിക്കും. ചിലതിന് നമ്മൾ നോ പറയണം, ചില കാര്യങ്ങൾ നമ്മൾ എസ് പറയണം. അപ്പൊ കുഞ്ഞെടുത്തോണ്ട് പോവാ, കുഞ്ഞിട്. അച്ഛൻ ഒന്ന് ഹെൽപ്പ് ചെയ്യും, മുകളിലിരിക്കും. ആ കുഞ്ഞിനെ എടുത്തു കൊടുക്കും. അപ്പൊ ഇനി ഇതേ ബോൾസ് ഒക്കെ എടുത്തോണ്ടോന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടെ ഇടാം നമുക്ക്. അച്ഛനും മോളും കൂടെ ഗ്ലൗസ് ഇട്ടോണ്ടാണ് എടുക്കുന്നത്. ഭയങ്കര പാടാണ് ഗ്ലൗസ് ഇട്ടോണ്ട് ചെയ്യാന്. അപ്പം ബോൾസ് എല്ലാം ഇനി ഇതിൽ തൂക്കണം. അപ്പൊ നല്ല ഭംഗിയായി. ഞങ്ങൾക്ക് എപ്പോഴും റെഡ് ഇടാനാ ഇഷ്ടം ഇതല്ലേ. അല്ലേ? റെഡ് ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ്. വൈറ്റ് സ്നോ വീണ് കഴിയുമ്പോഴത്തേക്ക്. അതെ, റെഡ് കൂടുതൽ ഇടണം. ഇടാൻ പറ്റുന്നില്ലേ ഗ്ലൗസ് ഇട്ട് കുഞ്ഞിന്?
ഇപ്പൊ ഇടാൻ പറ്റുന്നുണ്ടല്ലേ? കുഞ്ഞിന് ഇതാ ഗ്ലൗസ് മാറ്റിയിട്ട് ചെറിയ ഇതിട്ട് കൊടുത്ത്. അച്ഛയുടെ ഗ്ലൗസ് താഴെ പോയി. ഇനി കുഞ്ഞിട്, ഇനി കുഞ്ഞിനിടാൻ പറ്റും. കാരണം ഇതിന് വിരലുകളൊക്കെ ഉണ്ട്. തണുക്കുവാണെ പറയണം കേട്ടോ കൂട്ടാ. ഓക്കെ. വാവ്, എന്തൊരു നല്ല അടിപൊളിയായിട്ടാ ഇട്ടത്. സൂപ്പർ ആയിട്ടുണ്ട്. അച്ഛൻ അതിന് കെട്ടി വെക്കണം കേട്ടോ. അച്ഛേ ഇടും അച്ഛ ഇടും. ആദ്യം റെഡ് ഇടട്ടെ. റെഡ് ഇഷ്ടം പോലെ ഇടണം. കണ്ടോ കുഞ്ഞെല്ലാം അച്ഛ ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട്. താഴെ പോയോ? അത് കെട്ടിയിട്. കെട്ടിയിട്. ഇവിടെ ഇട്, ഇതേലിട്, ഇതേലൊക്കെ ഇട്. അപ്പൊ കുഞ്ഞിന് എളുപ്പം ഇടാൻ പറ്റും. താഴെ പോത്തില്ല കേട്ടോ. എത്തിക്കുത്തുണ്ടോ? കുറച്ച് കൈ എത്തുന്നിടത്തൊക്കെ ഇട്. കൈ എത്തുന്നിടത്തിട്. മുകളിലൊക്കെ അച്ഛ ഇട്ടോളും. ഈ വീട്ടിലാകെ നീളമുള്ളൊരു വ്യക്തി നമ്മുടെ അച്ഛ മാത്രം. ബാക്കി ഞങ്ങൾ രണ്ടുപേരും കുള്ളത്തികളാ. അത്ഭുത ദ്വീപിലെ മനുഷ്യരാ ഞങ്ങള്. അല്ലേ അച്ഛേ? നല്ല തണുപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൈ ഗ്ലൗസ് കാരണം ഇത് ഗ്ലൗസ് ഇട്ടോണ്ട് ഇടാനും പറ്റത്തില്ല. ക്ലിപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, വാങ്ങിക്കണ്ടായിരുന്നു. അതെ, ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനല്ലേ? കയറുന്നുണ്ടോ? അകത്ത് വെക്കുന്ന എന്തൊരു സൂപ്പറായിട്ടാ ഏവയെല്ലാം ചെയ്തേക്കുന്നത്. അടിപൊളിയാണേ. ഏവയാണ് എല്ലാ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. താങ്ക് യു ഏവ. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല സുന്ദരനായി വരുന്നുണ്ട്. സുന്ദരനാണോ സുന്ദരിയാണോ? സുന്ദരിയാ. ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ സുന്ദരിയാ അല്ലേ? ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഒരുങ്ങി കഴിഞ്ഞാൽ സുന്ദരിയാ. വാവ്. ഇനി ലൈറ്റ് ഇടാം. കണ്ടോ, കുഞ്ഞിന് എല്ലാ കാര്യങ്ങളും അറിയാം. ലൈറ്റ് ഇട്ടേ കാണട്ടെ. കുറച്ചുകൂടെ ഇട്. നല്ല രസമുണ്ട് ആ റെഡ് ഇങ്ങനെ കിടക്കുന്ന കാണാനേ. നല്ല ഭംഗിയാ. നൈസായിട്ടുണ്ട്. മുള്ളണോ? ഓക്കെ, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി മുള്ളിച്ചിട്ട് വരട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഒരുപാട് അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ ഇനി സ്നോയും കൂടെ ഒക്കെ വീണ് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ലൈറ്റ് കൂടെ ഇട്ടുമ്പോൾ അടിപൊളിയായിരിക്കും. അതെ, കാറ്റടിച്ചതെല്ലാം പറന്നും പോകും. പിന്നെ സ്നോയ്ക്ക് അതൊക്കെ ആയി പോകും, നമുക്ക് നഷ്ടപ്പെടും. അതെ, ഓവറാക്കി ചളമാക്കുന്നതിൽ നല്ലത് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ മിനിമം ഇടുന്നതാണ്. കണ്ടോ? അതെ, ഇപ്പൊ അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഇതിനെ കത്തിച്ച് നോക്കിയാലോ? അതെ, ലൈറ്റ് ഇടാൻ ഏവ കിടന്ന് ബഹളം വെക്കുന്നു. ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ലൈറ്റ് ഇടാൻ പോവാണ്. ഇപ്പഴും ഏവക്കൂടെ 1 2 3 എണ്ണുവാ. 3 കണ്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. അതെ, ഇപ്പോഴാണ് ശരിക്കും ക്രിസ്മസ് ആയത് ഞങ്ങൾക്ക്. ഇതായിരുന്നു നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലൈറ്റ് റെഡ് കളറിലോട്ട് അടിക്കുമ്പോഴത്തേക്ക് എന്താ രസം കാണാൻ. വരുന്നില്ല, വണ്ടി വരുന്നില്ല. എല്ലാ വർഷവും നമ്മളിത് ചെയ്യുന്നതാണ്. എന്നാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്രാവശ്യം 1 മാസം ഇനി ഇതിങ്ങനെ കിടക്കും ഇവിടെ. അപ്പൊ നമുക്ക് എന്ന് ലൈറ്റ്സ് ഇടാം, സന്തോഷിക്കാം അല്ലേ? എല്ലാ വർഷവും ചില ബോൾസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. കാരണം ഇത് ചിലപ്പോ പറഞ്ഞ സ്നോയ്ക്കകത്തൊക്കെ വീണിട്ട് മിസ്സാവുകയൊക്കെ ചെയ്യും. അതെ, സ്നോമാനങ്ങൾ വന്ന് സ്നോ മാറ്റുന്ന സമയത്ത് അത് എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. എനിക്ക് ആ പാടൊരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്നോ എല്ലാം ഒരുപാട് വീഴുമെന്നോ. വീണോ നമുക്ക് തട്ടി തട്ടി കളയാം, നമുക്ക് നോക്കാം. ഹെവി ആകുമെന്നാണ്. ഹെവി ആണ് അത്. സ്നോ ഇങ്ങനെ ഐസ് ആയിട്ടിരിക്കുന്നുണ്ടാ കൂടുതലും. ശരിക്കും ഐസ് ആയി പോയി. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇങ്ങനെ ആയിട്ടില്ലായിരുന്നു. ഇങ്ങനെ ആകും, പക്ഷെ നമ്മൾ സ്നോ വീഴുന്ന ടൈമിൽ തന്നെ ഒന്നും ഇങ്ങനെ ആകത്തില്ലായിരുന്നു. എന്തായാലും സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എൻ്റെ അച്ഛനും മോളും കൂടെ എല്ലാം കൊണ്ട് വെക്കാനായിട്ട് പോയി. ഇത് നമ്മുടെ സ്നോ മാറ്റുന്ന വഴിയിലിട്ടേക്കുവാ. അത് വലിച്ചുകൊണ്ട് പോട്ടെ. ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ട് വന്ന? സൂപ്പറാ അല്ലേ? ഇഷ്ടാണോ?
സൂപ്പറായി അല്ലേ